ജനൻ ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അങ്ങ് ഈ ചർച്ചയിൽ പരാമർശിച്ച ആധുനിക രാഷ്ട്രീയ വ്യവസ്ഥ അത്രയൊന്നും സൗഹൃദം നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമല്ല കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് PM നിയാസ് ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു ആധുനിക രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക്, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതായിരുന്നില്ല TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും. മുഖ്യമന്ത്രിയുടെ ഭൂതകാലവും അതിന് യോജിച്ചതല്ല എന്ന് പറയുമ്പോൾ അതിനെന്താണ് മറുപടി? സുബീഷേ, നിയാസും കെ സുധാകരനും ഒക്കെ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ പരസ്പരമുള്ള കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് അത് വീണ്ടും കേരളത്തിൽ പുനരവതരിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു പൊളിറ്റിക്സിന് മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വികസനം, ജീവിത പ്രശ്നങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യരുത് എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയാസൂടെ വളരെ വികാരഭരിതമായിട്ട് ഒരുപാട് കൊലപാതക സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഏത് കൊലപാതകവും ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ദുഃഖകരമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത്തരം ഒരു ഉറച്ച നിലപാടുകൊണ്ടാണ് CPM കഴിഞ്ഞ 5 വർഷക്കാലം വലിയ ശ്രമങ്ങളാണ് കേരളത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവരുത്, ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് ഉഭയകക്ഷി ചർച്ചകൾ നടത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, അത് വളരെ ഫലപ്രദമാണ്. കണ്ണൂർ ജില്ലയുടെ സാഹചര്യത്തിൽ വളരെ ഫലപ്രദമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ രാഷ്ട്രീയ കൊലപാതകമൊക്കെ നിയാസെ ആരംഭിച്ചത് ആരാണ്? ഈ കോൺഗ്രസ് പാർട്ടി ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ ആളാണ് ഈ മൊയാരത്ത് ശങ്കരൻ. അദ്ദേഹത്തെ കണ്ണൂർ എടക്കാട് റെയിൽവേ സ്റ്റേഷനിലിട്ട് വളഞ്ഞിട്ട് അടിച്ച് മരണാസനാക്കി പോലീസ് ഏൽപ്പിച്ചതാരാണ്? കോൺഗ്രസിന്റെ ദേശരക്ഷാ സംഘം. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ അങ്ങനെ ചരിത്രം ആവർത്തിക്കുകയല്ല നമ്മളുടെ പ്രശ്നം. ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഇത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ഒരു ജനാധിപത്യ ആശയങ്ങളുടെ മണ്ഡലത്തിലെ പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്നൊരു ബോധം നമുക്കെല്ലാം ഉണ്ടാവണം. നമ്മളെല്ലാം അങ്ങനെ തീരുമാനിച്ചാലും ചില അപവാദങ്ങൾ ഉണ്ടാകാം. ആ അപവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതില്ലാതിരിക്കാൻ ആവശ്യമായ, അത് തുറന്നു കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം. ഞാൻ ചോദിക്കട്ടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അങ്ങനെ ഒരു അപവാദം മാത്രമായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം? അതിനുശേഷവും കുലംകുത്തി എന്ന പരാമർശം നാം കേൾക്കുകയുണ്ടായി കേരളത്തിൽ. അപ്പോൾ അത് ആധുനിക രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് ചേർന്ന ഒരു പരാമർശമാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? സുബീഷേ, TP ചന്ദ്രശേഖരന്റെ വധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPM. തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് CPM-നുണ്ട്. നമ്മുടെ സമൂഹം മാറുകയാണ്, നമ്മുടെ തലമുറകൾ മാറുകയാണ്. അവരുടെ മനോഭാവങ്ങളെയും അവരുടെ അഭീഷ്ടങ്ങളെയും മാനിക്കാൻ കഴിയുന്ന, അതിന് നിശ്ചിതമായി ഉയരാൻ കഴിയുന്ന ഒരു പാർട്ടിക്കും ഒരു പ്രസ്ഥാനത്തിനും ഒരു ആശയത്തിനും മാത്രമേ ഇനി നിലനിൽപ്പുണ്ടാകൂ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നിയാസിനെ പോലുള്ള സുഹൃത്തുക്കൾ പഴയ സംഭവങ്ങൾ ആവർത്തിച്ച് ഈ ഉറക്കത്ത് തുണി ചവക്കുക എന്ന് പറയും നമ്മൾ. ഉറക്കത്ത് തുണി ചവക്കുന്നത് പോലെ പഴയ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലല്ല, പുതിയ കാലത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, അങ്ങനെ ചെയ്യാൻ ആവശ്യമായ ഒരു അഭിമുഖമാണ് മിസ്റ്റർ സുധാകരൻ മനോരമക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ അഭിമുഖം അല്ല, അത് മനസ്സിലായി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. താങ്കൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി, അത് ശരിയുമാണ്, ഞാൻ യോജിക്കുന്നു. പക്ഷേ ആ നിലപാട് പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രത്തോളം സാധിക്കുന്നു? പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യേണ്ടത് ഈ രീതിയിലല്ല. നമ്മൾ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വഴിയേ പോകരുത്, ആ വഴിയേ സഞ്ചരിക്കരുത്. നല്ല നിലപാട്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നുണ്ടോ? കെ സുധാകരൻ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നത് തെറ്റ്. പക്ഷേ പുതിയ കാലത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോഴും ഇവിടെ 51 വിട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തെറ്റല്ലാതായി മാറും? സുബീഷേ, എന്റെ സമയം ഏകദേശം ആകാറായി. ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ സമയം. താങ്കൾ ചർച്ചയെ ഒരു പ്രത്യേക രീതിയിലേക്ക് തളച്ചിടാൻ ശ്രമിക്കരുത്. താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഈ 6ഓളം പാർട്ടിയുടെ സഖാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടും അതിന് പകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉറച്ച തീരുമാനം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഒന്നിന് പകരം മറ്റൊന്നെന്ന രീതിയിൽ കേരളത്തിൽ കൊലപാതക പരമ്പരകൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല. അത് അവസാനിപ്പിക്കണം. അങ്ങനെ മാത്രമേ ഒരു ജനാധിപത്യ രാഷ്ട്രീയ സമൂഹമായിട്ട് കേരളത്തിന് ഉയരാൻ കഴിയൂ. മനുഷ്യരുടെ അടിസ്ഥാനപരമായ ജീവിത പ്രശ്നങ്ങളും കാലത്തിനനുസരിച്ചുള്ള വികസന സൗകര്യങ്ങളും ഒരുക്കുകയാണ് പ്രധാനം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് CPM പോലുള്ള പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ അനുഭവങ്ങളാണ്. അത്തരം കാര്യങ്ങളെയെല്ലാം തന്നെ എങ്ങനെ അട്ടിമറിച്ച് ഈ കൊലപാതക പരമ്പരകളൊക്കെ രാഷ്ട്രീയത്തിലെ കേന്ദ്ര വിഷയമാക്കാം, ആ ദിശയിൽ ചിന്തിക്കുന്ന ഒരു പ്രസിഡന്റാണ് KPCCയുടെ പ്രസിഡന്റായി വന്നിരിക്കുന്നത്. അതിന്റെ ഒരു അനിവാര്യമായിട്ട് അത് സൃഷ്ടിക്കുന്ന കുറെ അസ്വസ്ഥതകളും കുഴപ്പങ്ങളുമാണ്. പക്ഷെ ഈ വിവാദങ്ങളെല്ലാം മറികടന്ന് നമ്മളെല്ലാവരും മുന്നോട്ട് പോകും. ഞാൻ ഈ ചർച്ചയിൽ തുടർന്നുണ്ടാവില്ല, എനിക്ക് മറ്റൊരു ചാനലിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ.
ശരി, നന്ദി. ഇത്രയും സമയം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നമുക്ക് അടുത്ത ഇടവേളയിലേക്ക് പോയതിനു ശേഷം ചർച്ച തുടരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ആർ വി ബാബു, മുഖ്യമന്ത്രിയുടെ ഭൂതകാലം അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ തനിനിറം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും കോൺഗ്രസിന്, ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ കെ സുധാകരൻ വാർത്താസമ്മേളനം അവതരിപ്പിക്കാൻ വേണ്ടി കാറിൽ വന്നിറങ്ങുമ്പോൾ മുദ്രാവാക്യം വിളികൾ ഉയരുന്നു, വലിയ ആവേശം, ആൾക്കൂട്ടം. അപ്പോൾ കോൺഗ്രസ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരാജയം, തിരിച്ചടി, അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിലായിരുന്നു. അതെല്ലാം മറന്നുകൊണ്ടൊന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അതിന് കെ സുധാകരൻ്റെ ഈ വാർത്താ സമ്മേളനവും ആവേശവും ഒക്കെ സഹായിച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം ഒരുപക്ഷെ കെ സുധാകരനും അണികളും ലക്ഷ്യമാക്കുന്നതും. അത് ഒരു വശം. മറുവശത്ത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭൂതകാലം ചർച്ചയ്ക്കെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ആ രീതിയിലല്ല പുതിയ കാല കേരളത്തെ നമ്മൾ, തലമുറകൾ മാറിയിരിക്കുന്നു, അങ്ങനെ പുതിയ സമൂഹത്തെ അഭിസംബോധന ചെയ്യേണ്ട രീതി ഇതല്ല എന്ന് പറയുന്ന CPM. ഇതിൽ ആരുടെ വഴിയാണ് ശരി? അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷം ആത്മാർത്ഥമായാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വിശ്വസിക്കാമോ? കോൺഗ്രസിനകത്തെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവ് മാറുന്നു, KPCCയുടെ പ്രസിഡന്റ് മാറുന്നു, അതൊക്കെ അവരുടെ രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് ഒരുപക്ഷെ കോൺഗ്രസിന് പുതുജീവൻ നൽകുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ അതിനകത്തെ ഗ്രൂപ്പ് വഴക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണോ സഹായിക്കുക, അതൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാം പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അത് പിണറായി വിജയനാകട്ടെ, കെ സുധാകരനാകട്ടെ, നമ്മളെല്ലാവരും പൊതുരംഗത്താണ് പ്രവർത്തിക്കുന്നത്. പൊതുരംഗത്ത് നമ്മളെ എപ്പോഴും നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതൊരു സംശയമില്ല. അതിൽ നിന്ന് ആർക്കും മോചനം നേടാൻ സാധ്യമല്ല. അത് ആവശ്യത്തിന് ഒക്കെ പലപ്പോഴും, ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് ഇപ്പൊ ഭൂതകാലം ചർച്ച ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ 1948 നടന്ന ഗാന്ധിവധം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്താ? അതിന്റെ പേരിൽ RSSനെ പഴിക്കുന്നതിന്റെ കാരണം എന്താ? അപ്പൊ ഭൂതകാലം എപ്പോഴും ചർച്ച ചെയ്യും. അത് ഇനിയും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഒരു വ്യക്തിയെ, ഒരു പ്രസ്ഥാനത്തെ അളക്കുന്നതിന് ആ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നത് അതിന്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിന്റെ ഉത്ഭവവും വികാസവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. വ്യക്തികളുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. അപ്പോഴാണ് ആ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുക, വ്യക്തമാക്കപ്പെടുന്നു. ആ വ്യക്തിയുടെ സുതാര്യത, വ്യക്തിത്വം, ഇതൊക്കെ വ്യക്തമാകുന്നത് ആ വ്യക്തിയുടെ വളർച്ചയിലും ഉയർച്ചയിലും സംഭവിച്ച നാഴികക്കല്ലുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ടാണ്. പിണറായി വിജയന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില കറുത്ത പുള്ളികളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിലെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചതിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വഹിച്ച പങ്ക് ചില്ലറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ജില്ല കണ്ണൂർ ജില്ലയില് എതിർ പ്രസ്ഥാനങ്ങൾക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, RSS അടക്കമുള്ള സംഘടനകൾക്ക് ഒക്കെ പ്രവർത്തിക്കാനുള്ള അനുമതി നിഷേധിച്ച് തികച്ചും ഒരു ഏകാധിപത്യപരമായ നിലപാടില് കണ്ണൂർ ജില്ലയെ മാറ്റിയെടുത്തതിലും ഇപ്പോഴും പാർട്ടി ഗ്രാമങ്ങളായിട്ടും അവിടെ നിരവധി ഗ്രാമങ്ങൾ തുടരുന്നു. പാർട്ടിയുടെ പ്രവർത്തകരല്ലാതെ ആർക്കും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. പാർട്ടി കൊടിയല്ലാതെ അവിടെ ആർക്കും പാറിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒട്ടനവധി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥ കണ്ണൂർ ജില്ലയിലെ പല ഗ്രാമങ്ങളിലും പല വാർഡുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എതിർക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ, അതോ എതിർത്താൽ എന്താണ് സംഭവിക്കുക എന്ന് വ്യക്തമായി ധാരണയുള്ളത് കൊണ്ടാണോ എന്നുള്ളതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് അറിയാമല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പയ്യന്നൂര് അവിടെ ബൂത്തിലിരുന്ന ഒരു BJPയുടെ പ്രവർത്തകനെ അവിടുത്തെ MLA കുഞ്ഞിരാമൻ, അദ്ദേഹം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചത്, ഇനി മുതൽ ഞാൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കില്ല, ബൂത്ത് ഏജന്റ് ആയിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിയാണ് അദ്ദേഹത്തെ ജീവനോടെ വിട്ടത്. അപ്പൊ അത്തരം കാര്യത്തില് ഒരു തികച്ചും ഏകാധിപത്യപരമായ രീതിയിൽ പാർട്ടി പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഒരു വലിയ ചരിത്രമാണ്. ഇവിടെ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണോ, അതോ ഏതെങ്കിലും തരത്തിൽ മുഖ്യധാരയിലേക്ക് അവർ കടന്നു വരാൻ വേണ്ടിയുള്ള പരിശ്രമമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അക്രമ പ്രവണതകളെ
ഒരർത്ഥത്തിൽ എല്ലാവിധത്തിലും പിന്തുണച്ചത് അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടതിൽ കോൺഗ്രസിന് മുഖ്യമായിട്ടുള്ള പങ്കുണ്ട്. അത് യാതൊരു സംശയമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ ആർ വി ബാബു. എൻ്റെ ഒരു സംശയം അതാണ്. ഇപ്പോൾ കണ്ണൂരിലെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. അത്രയും ഭീതിജനകമായ ഒരവസ്ഥ രാഷ്ട്രീയ എതിരാളികൾക്ക് ആ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം ആണ്. അതിനെ കോൺഗ്രസ് പാർട്ടിയും കെ സുധാകരനും കണ്ണൂരിൽ എങ്ങനെയാണ് നേരിട്ടത്? കെ സുധാകരൻ്റെ കണ്ണൂരിലെ സ്വീകാര്യത വർദ്ധിക്കാൻ കാരണമെന്താണ്? ഒരുപക്ഷെ അവിടെ അഹിംസയുടെ മാർഗം സ്വീകരിച്ചാൽ ഇന്നത്തെ കെ സുധാകരൻ ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അവിടെ ഒരാൾ വിശുദ്ധിയുടെ അമ്പലപ്രാവ്, മറ്റേയാൾ മാത്രം അക്രമകാരി, അങ്ങനെ ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യം കണ്ണൂരിന് നമുക്ക് നൽകാൻ സാധിക്കുമോ? അവിടെ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തോ അതിനെ തുറന്നെതിർക്കാൻ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം രണ്ടും മത്സരിച്ച് നിന്നിട്ടില്ലേ, ഒന്നിച്ചെതിർത്തിട്ടില്ലേ? തീർച്ചയായും ഇവിടെ കെ സുധാകരൻ കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അല്ലെങ്കിൽ പിന്നീട് വന്ന ജയരാജ ത്രയങ്ങൾ അവർ ഉയർത്തിയിട്ടുള്ള വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ തക്ക രീതിയിലുള്ള ഒരു രീതിയിലേക്ക്, അതായത് മറ്റു ജില്ലകളിലെ കോൺഗ്രസ് നേതൃത്വം കാണിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിരോധാത്മക നിലപാടിലേക്ക് കെ സുധാകരൻ അവരോടൊപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ല. അക്രമ രാഷ്ട്രീയത്തില് കണ്ണൂർ ജില്ലയില് കോൺഗ്രസിനും തുല്യമായിട്ടുള്ള ഒരു പങ്ക് ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല. പഴയ ചീമേനി സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ ആ രീതിയിലേക്ക് കോൺഗ്രസിന് ചെയ്യാൻ നിർബന്ധിതമായതായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ പറയുന്നത് കണ്ണൂരിലെ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അക്രമ രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ തുറന്നു കാണിക്കുന്നതിൽ പാർലമെന്റ് അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ? അത് യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്ത് BJPക്ക് കൂടുതൽ സ്വാധീനം പാർലമെന്റിൽ കിട്ടുകയും അത് വലിയ തോതിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ദേശീയ തലത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്തുന്ന തരത്തില് ഒരു റെഡ് റോഡ് സിറ്റി, അതായത് ഒരു ചുവപ്പൻ ഭീകരത, ആ ചുവപ്പൻ ഭീകരതയെ മുഴുവൻ ഭാരതത്തിലും ചർച്ചയാക്കുന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണത്തിലേക്ക് കൊണ്ടുവന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. ദേശീയ തലത്തിൽ ഡൽഹിയിലടക്കം ദേശീയ തലത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണായുധമാക്കി ഈ ചുവപ്പൻ ഭീകരതയെ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ ചർച്ചയാക്കി കൊണ്ടുവരാൻ സാധിച്ചത് BJP മുതലുള്ള അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കാണ്. അത് ചെയ്യാൻ കോൺഗ്രസിന് മുമ്പേ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് യുവാക്കളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളെ അനാഥമാക്കാതിരിക്കാൻ. ഞാൻ ഒന്നിടപെടുകയാണ് ശ്രീ ആർ വി ബാബു. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതൊരു പോയിന്റാണ്. ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് PM നിയാസിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടതിന് ശേഷം ഞാൻ ആർ വി ബാബുവിലേക്ക് തന്നെ വരാം. അക്കാര്യത്തിൽ, ആ വിഷയത്തിൽ കൃത്യമായി ഉത്തരവാദിത്വം നിർവഹിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അഡ്വക്കേറ്റ് PM നിയാസ്? ഈ ചുവന്ന ഭീകരത അത് മുന്നോട്ട് വെച്ചത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അത് നിർവഹിക്കേണ്ടിയിരുന്ന കോൺഗ്രസ് പാർട്ടി പിന്നോട്ട് പോയിട്ടുമുണ്ട്. ആ വിഷയത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കണ്ണൂരിലാകട്ടെ അതിന് പുറത്താകട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സുബീഷ്, ഇതില് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കോൺഗ്രസിനെ നിങ്ങൾ ഒരിക്കലും CPM-ൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സംഘപരിവാർ സംഘടനയെ പോലെയോ ഒന്നും നിങ്ങൾ കാണരുത്. ഞങ്ങൾക്കൊരു ചില അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഞങ്ങൾ നടത്തിയ സമരവും അതുതന്നെയായിരുന്നു. ഇടയ്ക്ക് ചില അക്രമ സംഭവങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അവിടെയും ഞങ്ങളൊരു സ്റ്റാൻഡ്, കോൺഗ്രസിൻ്റെ അന്നത്തെ നേതാക്കന്മാർ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം പോലും ഞങ്ങൾ നിർത്തിവെച്ചു. കാരണം അക്രമമല്ല ഞങ്ങളുടെ മാർഗം എന്ന് കാണിക്കാൻ. ഞങ്ങളുടെ ഒരു കാര്യം തുറന്നു പറയാം, ഞാൻ കണ്ണൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഒരു ചുമതലയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന പേക്കൂത്തുകൾ. ഇപ്പം ഏറ്റവും ഒടുവിൽ അവിടെ ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്ത് പരിക്ക് പറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായ സ്ഥലത്ത് അവിടെ സന്ദർശിക്കാൻ പോയ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേരി ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ വളഞ്ഞു വെച്ച് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. എന്താണ് അവിടെ നടക്കുന്നത്? നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ പല മേഖലകളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഞങ്ങളുടെ നോട്ടീസ് പോലും വീടുകളിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതുപോലെ 28 ചെറുപ്പക്കാർ
ഞങ്ങൾ 1ഉം 2ഉം 28 ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഒന്നും ഞങ്ങൾ തിരിച്ച് കൊലയ്ക്ക് കൊല, കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, കാലിന് വെട്ടിന് വെട്ട്, ബോംബിന് ബോംബ്, ഇതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം, 1-2 ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റ് തന്നെ ഇവിടെ പറഞ്ഞു. സൈബറി ബോംബ് ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകർ പെട്ടുപോയിട്ടുണ്ടാകാം. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ കൃത്യമായ മെസ്സേജ് കൊടുത്തു. മുഖ്യമന്ത്രി കൊടുക്കുന്ന മെസ്സേജ് പോലെയല്ല. മുഖ്യമന്ത്രി ഇതുപോലെയുള്ള അക്രമങ്ങൾക്ക് ആദ്യം നമ്പർ ഇടുന്നത് പോലെ അവിടെ പോയി കൊടക്കുത്തി എന്ന് വിളിച്ച് അവിടെ അക്രമം നടത്തി അവരെ കുഞ്ഞനന്തരമുള്ള പോലെയുള്ള ആളുകളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അവിടെ അക്രമകാരികളായി ജയിലിൽ പോയ ആളുകളുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ അവരുടെ കേസ് നടത്തുവാൻ വേണ്ടി പണപ്പിരിവ് നടക്കുന്ന ഒരു സംവിധാനം പോലെയല്ല. ഞങ്ങളവിടെ ബഹുമാനപ്പെട്ട RV ബാബു പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല, എവിടെയും എടുത്തിട്ടില്ല. അവിടെ ഈ ഞാൻ ചോദിക്കട്ടെ അഡ്വക്കേറ്റ് നിയാസ്, ഈ മറ്റു കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രവർത്തന ശൈലി അല്ലല്ലോ കെ സുധാകരന്. അവിടെ കൊണ്ടും കൊടുത്തുമാണ് കെ സുധാകരൻ വളർന്നത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ കെ സുധാകരൻ്റെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി അതെങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം CPM കൊണ്ടു നടക്കുന്ന ഈ അക്രമ ശൈലി ഉണ്ടല്ലോ, അതിനെ കെ സുധാകരൻ നേരിട്ടത് താങ്കൾ ഈ പറഞ്ഞ അഹിംസയുടെ മാർഗത്തിലൂടെ തന്നെ ആയിരുന്നോ? അല്ല, നമ്മളെ സുബീഷ് രണ്ടാണ്. നമ്മളെ ഒരു അക്രമത്തിന് പകരം അക്രമം കാണിക്കുക എന്നത് ഒരു വഴി. രണ്ടാമത്തെ വഴി അക്രമത്തിൽ നിന്നും സ്വന്തം പ്രവർത്തകരെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക, അത് രണ്ടാമത്തെ വഴി. ഞങ്ങൾ പ്രതിരോധിക്കുന്ന വഴിയാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ അർത്ഥം അക്രമം കാണിക്കുന്നവർക്കൊക്കെ ഇതാ ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചോ, നിങ്ങളത് കൊന്ന് തള്ളിയേക്ക്, ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കുമെന്നല്ല പറഞ്ഞതിനർത്ഥം. ഇനിയും ഒരു അക്രമം ഉണ്ടാവാതിരിക്കാൻ, ഇനിയും ഒരു കൊലപാതകം ഉണ്ടാവാതിരിക്കാൻ, ഇനിയും ഒരു ബോംബാക്രമണം ഉണ്ടാവാതിരിക്കുവാൻ ഉള്ള പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നതാണ് സുധാകരൻ. ആ പ്രതിരോധം ദേശീയ തലത്തിൽ ഒരു സംവാദ വിഷയമാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നാണ് ശ്രീ RV ബാബു ചോദിച്ചത്. ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യം ഉണ്ടാകുവാൻ ഇതൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോയി. ശരി, ഈ ചുവപ്പൻ ഭീകരതയുണ്ടല്ലോ, അത് ഒരു സംവാദ വിഷയമാക്കാൻ ദേശീയ തലത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചില്ല എന്നാണ് ശ്രീ RV ബാബു നേരത്തെ ചോദിച്ചത്. അതിന് മറുപടി ഉണ്ടോ? അത് തീർച്ചയായും ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട RB ബാബു ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, കണ്ണൂരിലെ ഭീകരതയെക്കുറിച്ച് ഇൻ്റർനാഷണൽ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും ദേശീയ തലത്തിൽ അതിശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഭരണം ഉണ്ടായിരുന്നപ്പോൾ പോലും ഞങ്ങൾ ഇക്കാര്യം ഇത് രാജ്യത്തിലെ വിവിധ മേഖലകളിൽ അതിശക്തമായി കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനാ തലത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും സംഘപരിവാർ സംഘടനയെ പോലെ ഒരു കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ സംഘടിതമായ ചെറുത്തുനിൽപ്പ് കൊണ്ട് പലപ്പോഴും അവർക്ക് ആയുധം താഴെ വെക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അക്രമത്തിൽ നിന്ന് പിന്തിരിയേണ്ട അവസ്ഥ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് മിസ്റ്റർ ബാബു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഓരോരോ ഘട്ടത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ആണെങ്കിൽ കാസർകോട്ട് 2 ചെറുപ്പക്കാർ മരിച്ചപ്പോൾ തിരിച്ച് അക്രമം ഉണ്ടാകണം, ഞങ്ങളത് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആ അക്രമം നടത്തിയ ആളുകളെ കുറ്റവാളികളായി അവർക്ക് കൃത്യമായ നിയമ പോരാട്ടത്തിലൂടെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ഖജനാവിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് ആ കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിൽ അന്വേഷണം മോശപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് അനുകൂലമായി അന്വേഷണം കൊണ്ടുപോകുന്ന രീതി ഉണ്ടായപ്പോൾ അതിന് ചെറുത്തു നിൽത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് ഉണ്ടാക്കിയത്. അത്തരം കാര്യങ്ങളിലാണ് സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു കാര്യം തുറന്നു, സുധാകരൻ തന്നെ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞു, ഇന്ന് മാത്രമല്ല കുറേ ദിവസങ്ങളെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പലപ്പോഴും അദ്ദേഹത്തിന് പ്രവർത്തകരൊരുക്കിയ രക്ഷാ കവചത്തിനുള്ളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ഞാനിതിനോട് പറയുന്നില്ല. പക്ഷേ എബോർട്ടഡ് ആയിട്ടുള്ള എത്രയോ വധശ്രമങ്ങൾ ഉണ്ടായി എന്നത് ഇന്ന് കൃത്യമായി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എബോർട്ടഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് അർത്ഥം. ആ ശ്രമിച്ചതിന്റെ പേരിൽ എന്നാൽ സുധാകരനെ അങ്ങ് കൊന്നേക്കെ എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ അതിന് പ്രതിരോധം തീർക്കുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ ഞങ്ങൾ പ്രവർത്തന ശൈലിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ അതോടൊപ്പം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ
പക്ഷെ ആ അക്രമത്തിനെതിരായി അത് BJP-യുടെ അക്രമമാണെങ്കിലും അത് സംഘപരിവാറിന്റെ അക്രമമാണെങ്കിലും CPM-ന്റെ അക്രമമാണെങ്കിലും അക്രമങ്ങളായി കണ്ട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാലോ വാടിക്കൽ രാമകൃഷ്ണന്റെ അക്രമ സംഭവങ്ങൾ, അതുപോലെ തലശ്ശേരി കലാപങ്ങൾ, അതൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. ജഗേഷിന്റെ കൊലപാതകം നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ അന്ന് ഞങ്ങളെടുത്തൊരു സ്റ്റാൻഡ് എന്താണ്, അത് വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകരുത്, മറിച്ച് നമുക്ക് നിർബന്ധമായും അത്തരത്തിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാട് അത് CPM-ന്റെ ഭാഗത്തുണ്ടായപ്പോഴും അത് BJP-യുടെ ഭാഗത്തുണ്ടായപ്പോഴും അതല്ല മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ഏറ്റവും ഒടുവിൽ പറയാലോ, തെരഞ്ഞെടുപ്പിന്റെ അന്ന് പിറ്റേന്ന് പുലർച്ചെ നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൂത്തുപറമ്പിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിനെ, മുസ്ലിം ലീഗ് പ്രവർത്തകനെ ഒരു കശാപ്പ് ചെയ്ത കാര്യം, ആ കശാപ്പിൽ പോലും ഞങ്ങളെടുത്ത നിലപാട് ആ UDF എടുത്ത നിലപാട് കശാപ്പിന് പകരം കൊല എന്നുള്ളതല്ല. അത് കൃത്യമായി ആ ഒരു നിലപാട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഞങ്ങളുടെ തെറ്റാണെങ്കിൽ അത് ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിലുള്ള ഒരു കാര്യമാണ്. ശരി. എന്തായാലും ചില കാര്യങ്ങളിൽ കൂടി എനിക്ക് താങ്കളുടെ മറുപടി ആവശ്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ RV ബാബു നേരത്തെ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാല് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഗതിയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോയതിൽ തുടക്കത്തില് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തുല്യമായിട്ടുള്ള പങ്കുണ്ട്. അത് ഒട്ടനവധി ഉദാഹരണങ്ങളിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. അത് മഹാരാജാസ് കോളേജിലെ സംഭവമാവട്ടെ, സയ്യിദ് അലിയുടെ സംഭവമാവട്ടെ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ആദ്യത്തെ സംഭവമായിട്ട് പറയുന്നത് 1969 വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലയാണ്. അപ്പോ അതിനെ തുടർന്നുള്ള നിരവധി സംഭവങ്ങളിലൊക്കെ ഞാൻ പറയുന്നത് ഭരണകൂടം എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തത് എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്രമ രാഷ്ട്രീയത്തില് ഇപ്പോ കഴിഞ്ഞ UDF-ന്റെ ഗവൺമെന്റ് വന്ന സമയത്താണ് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത്. അതെന്തായിരുന്നു? അതായത് കൊന്നവനെ മാത്രമല്ല നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത്, കൊല്ലിച്ചവനെ കൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അങ്ങനെ വന്നപ്പോഴാണ് കുഞ്ഞനന്ദനൊക്കെ പ്രതിയായത്. TP ചന്ദ്രശേഖരൻ കേസിലെ കുഞ്ഞനന്ദൻ പ്രതിയായത് അങ്ങനെയാണ്. ഷുഹൈബ് വധക്കേസിൽ ജയരാജൻ, അതേപോലെ പിന്നെ രാജേഷും അതുപോലുള്ള ആൾക്കാരൊക്കെ പ്രതിസ്ഥാനത്തേക്ക് വന്നത് അങ്ങനെയാണ്. അപ്പോ ഈ ഗൂഢാലോചനയുടെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാര് ആ ആളുകളിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ളത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോ നടത്തിയൊരു പരിശ്രമമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ശരിയായ സ്റ്റെപ്പായിരുന്നു. പക്ഷെ അത് മുന്നോട്ട് പോയില്ല. ഇപ്പോ ഈ കഴിഞ്ഞ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്ന സമയത്ത് നമ്മൾ കണ്ടു, തുടക്കത്തിൽ 2016 എത്ര കൊലപാതകങ്ങളാണ് കണ്ണൂർ നടന്നത്, എത്ര BJP-യുടെ എത്ര RSS പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. ഒരു വീട്ടിലെ 2 പേര്, അച്ഛൻ കൊല്ലപ്പെട്ടു, ഉത്തമൻ, അദ്ദേഹത്തിന്റെ മകൻ ശിംജിത്ത് കൊല്ലപ്പെട്ടു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അണ്ടലൂർ സന്തോഷ് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ എത്ര കൊലപാതകങ്ങൾ നടന്നു. ആ കൊലപാതകങ്ങൾ നടത്തിയ സമയത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ ഗൂഢാലോചനയിലേക്ക് എത്താൻ തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മൾ നടന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ഈ പറയുന്ന ഭരണകൂടം അതിന് തയ്യാറല്ല. കാരണം കൊല്ലുന്ന ആൾക്കാരെ മാത്രമാണ് അത് കൊല്ലുന്നത്. മിക്കവാറും ഇപ്പോ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പാർട്ടി പ്രവർത്തകരല്ല ഈ കൊല്ലിനും കൊലയ്ക്കും നടക്കുന്നത്. അവർക്ക് കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM വളർത്തുന്ന കൊട്ടേഷൻ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ, ആ ഗുണ്ടാ സംഘങ്ങളാണ് ഇപ്പൊ ഈ കൊലപാതകം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രണം ഉണ്ടാവണം. ആ ആസൂത്രണം ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇപ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതോടുകൂടിയിട്ട് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങി വെച്ച ആ കാര്യം മുന്നോട്ട് പോയില്ല. ഇപ്പോ കൃപേഷിന്റെയും ശരത്തിന്റെയും വധം നടന്നു. കൃപേഷിന്റെയും ശരത്തിന്റെയും വധം നടന്ന സമയത്ത് അതിൽ പ്രതികളായിട്ടുള്ള 3-4 പേരിലേക്ക് അന്വേഷണം അവസാനിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചന നടത്തിയ ശക്തികളെ പുറത്ത് കൊണ്ടുവരാൻ അതിന്റെ വല്ല ശ്രമങ്ങൾ നടന്നില്ല. ആ കേസ് അന്വേഷിക്കാനായിട്ട് അവരുടെ അമ്മയുടെ ഹർജി വന്ന സമയത്ത് അത് CBI അന്വേഷിക്കണം എന്നുള്ള പ്രതികളുടെ ന്യായമായ ആവശ്യത്തെ എതിർത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ പോയിട്ട് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു. സുപ്രീം കോടതി പക്ഷെ സമ്മതിച്ചില്ല, CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഈ നിരവധി ഉദാഹരണങ്ങൾ കാണുകയാണ്. ഇത്തരത്തില് ഈ അക്രമം ഇല്ലാതാക്കാൻ, പ്രതികളെ ശരിയായ രീതിയിൽ ശിക്ഷിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പരിശ്രമം ഇപ്പോ ഉണ്ടായ കൊലപാതകങ്ങളിൽ എത്ര പേരാണ് ശിക്ഷിക്കപ്പെട്ടത്? ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കുറവാണ്.
പ്രതി ചേർക്കപ്പെട്ട ആളുകളിലെ 10% പോലും ആളുകൾ ശിക്ഷിക്കപ്പെടാതെ വെറുതെ വിടുകയാണ്. എന്താണ് വെറുതെ വിടാൻ കാരണം? ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സമയത്ത് പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ വിചാരണ വേളയിൽ ഈ അന്വേഷണ സംഘത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും പ്രോസിക്യൂഷൻ കേസുകൾ ദുർബലമാക്കി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പ്രതികളെ വെറുതെ വിടുകയാണ്. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ പുറമേക്ക് കാണിക്കുന്ന ഈ ഒരു വിരോധം, ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് പല രംഗങ്ങളിലും എന്ന് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേസുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിയാസ് പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ചോദിക്കുന്നു നിയാസെ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തില് ഏറ്റവും ക്രൂരമായ കൊല, കൂട്ടക്കൊല എന്ന പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാറാട് കൂട്ടക്കൊലയല്ലേ? 8 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ആർക്കെങ്കിലും എതിരായി സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായോ? ആരുടെയെങ്കിലും ജീവൻ അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടോ? അപ്പോ അടിക്ക് തിരിച്ചടിയാണ്, കൊലയ്ക്ക് കൊലയാണ്, കണ്ണിന് കണ്ണാണ് എന്നുള്ള പ്രത്യയശാസ്ത്രം RSSനുമില്ല. ആത്മരക്ഷാർത്ഥം ചില പ്രതിരോധ നടപടികളിലേക്ക് കടക്കേണ്ടി വരുന്നു, ജീവിക്കാൻ വേണ്ടി ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ചിലപ്പോ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ ചെയ്യേണ്ടി വരികയാണ്. ജീവിക്കാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി, അവിടെ കിടന്നു പൊറുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോ ഉണ്ടാകുന്ന ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ മാത്രമാണ് RSSന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ RSS പ്രവർത്തകർ പ്രതിയായിട്ടുള്ള കൊലപാതകങ്ങൾ. അല്ലാതെ ഇതൊന്നും ആസൂത്രിതമായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ആസൂത്രിതമായിട്ട് നടക്കുന്ന നിരവധി കൊലപാതകങ്ങളെ വെള്ളപൂശിയെടുക്കാനും അവരെ സംരക്ഷിക്കാനും രണ്ടു കൂട്ടരും നടത്തിയ പരിശ്രമങ്ങൾ, അത് കേരളത്തില് നമുക്ക് ഒട്ടനവധി കൊലപാതകങ്ങളുടെ കേസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ശ്രീ RV ബാബു, അത് ചർച്ചയാകാനേ പാടില്ല എന്ന CPMന്റെ നിലപാട് ശരിയല്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറ്റകരമാണ് ഭൂതകാലത്തെ ചരിത്രത്തെ തിരസ്കരിക്കുക എന്നതും. CPMന്റെ രാജ്യത്തെ തന്നെ സമുന്നതരായ നേതാക്കളിൽ ഒരാൾ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു കാലത്ത് സംഭവിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലെ 1-ാം പ്രതിയായിരുന്നു എന്ന അറിവ് പുതിയ കാലത്തിലേക്ക് വരാൻ പാടില്ല. അപ്രകാരം ഒരു അറിവിന്റെ നിരാസം അതും കുറ്റകരമല്ലേ? സുബീഷേ, നമുക്ക് ഇവരെ കുറിച്ച് എന്താ പറയുക? നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വല്ല വ്യത്യാസമുണ്ടോ കാര്യത്തില്? പാർട്ടിയുടെ നേതാക്കന്മാർ, ജില്ലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പാർട്ടി നേതാക്കന്മാര് ആർക്കെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് വ്യത്യാസമുണ്ടോ? അവരെല്ലാവരും ഈ ക്രിമിനൽ രാഷ്ട്രീയത്തെ, ഗുണ്ടാ രാഷ്ട്രീയത്തെ, അക്രമ രാഷ്ട്രീയത്തെ പിൻപറ്റി അതിനെ പ്രോത്സാഹിപ്പിച്ച് പാർട്ടിയെ നയിച്ച ആളുകളാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ്. ഇപ്പോ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ പോളിറ്റ് ബ്യൂറോ മെമ്പറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അവർ ഈ വെപ്രാളം മുഴുവൻ കാണിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ കാണിക്കുന്ന വെപ്രാളം മുഴുവൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പദവി അലങ്കരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഈ അക്രമത്തിന്റെ, ഗുണ്ടയുടെ പരിവേഷം ചാർത്തപ്പെടുന്നു, കൊലപാതകയുടെ പരിവേഷം ചാർത്തപ്പെടുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അപമാനകരമായ കാര്യമാണ്. ഏത് പാർട്ടിയെ സംബന്ധിച്ചും അപമാനകരമായ കാര്യമാണ്. അപ്പോ അത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസിന് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടതില്, ഈ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന് വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതില് ഈ പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അത് വലിയ തോതിൽ നിർണായകമായ രീതിയിൽ അതിനെ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടനവധി ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിലും, കുടുംബങ്ങൾ അനാഥമാക്കിയതിലും, സ്ത്രീകളെ വിധവയാക്കിയതിലും, അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുത്തിയതിലും ഒക്കെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്തിയതിലും ഒക്കെ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് വളരെ വലിയ തോതിൽ കേരളത്തെ പിന്നോട്ടടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയം കേരളത്തെ വലിയ തോതിൽ പിന്നോട്ടടിപ്പിച്ചു എല്ലാ മേഖലയിലും. അതാണ് വസ്തുത. ശരി, അക്കാര്യത്തിൽ അഡ്വക്കേറ്റ് PM നിയാസിന് മറുപടി ഉണ്ടാകും, അതിലേക്ക് വരാം. ഒരു ഇടതുപക്ഷ വാദം കൂടി ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPMന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ മുഴുവൻ സമയവും ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹം 8 മണി വരെ മാത്രമേ ഈ ചർച്ചയിൽ തുടർന്നുള്ളൂ. മറ്റൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട് എന്നറിയിച്ച് അദ്ദേഹം പോയതിനാൽ ഈ ഘട്ടത്തിൽ ശ്രീ RV ബാബു പറഞ്ഞ കാര്യത്തിൽ നമുക്കൊരു ഇടതുപക്ഷ വാദം കേൾക്കാൻ കഴിയാതെ പോയി. അതെന്തായാലും അങ്ങനെയാകട്ടെ, നിർഭാഗ്യകരമായി പോയി. ഞാൻ അഡ്വക്കേറ്റ് PM നിയാസിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
ജനം ഡിബേറ്റ് അന്തിമഘട്ടത്തിലേക്ക് അവസാനത്തെ 5 മിനിറ്റിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, ഇന്ന് RV ബാബു ഉന്നയിച്ച വിഷയങ്ങളിൽ താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം കെ സുധാകരൻ വാർത്താ സമ്മേളനം ആരംഭിക്കുമ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി എന്താണോ പറഞ്ഞത് അതേ നിലവാരത്തിലേക്ക് താഴാൻ താനില്ല എന്നാണ്. അപ്പോൾ വളരെ പക്വതയോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ പിന്നീട് ശൈലി മാറി. ഈ കൊലപാതക രാഷ്ട്രീയമൊക്കെ വാർത്താ സമ്മേളനത്തിൽ വിഷയമായി. അതുമാത്രമല്ല, ചില ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ കേട്ടപ്പോൾ കെ സുധാകരൻ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപ്പോൾ വല്ലാതെ ക്ഷോഭിച്ചു അദ്ദേഹം. അപ്പോൾ ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി സൗമ്യമായി വാർത്താ സമ്മേളനം നടത്തിയിരുന്ന, എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തിയിരുന്ന രമേശ് ചെന്നിത്തലയുടെ പതിവ് ശൈലിയൊക്കെ വിട്ട് കെ സുധാകരൻ എന്താണോ അതേ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുക എന്നേറെക്കുറെ ഉറപ്പാണ്. പ്രവർത്തകർക്ക് വലിയ ആവേശമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പുതിയ KPCC അധ്യക്ഷൻ KPCCക്ക് ഒരു ബാധ്യതയായി മാറുമോ? ഒരിക്കലുമില്ല. അത് നമ്മളെല്ലാവർക്കും അറിയാം. അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. AK ശൈലിയല്ല ഉമ്മൻചാണ്ടിക്ക്, ഉമ്മൻചാണ്ടിയുടെ ശൈലിയല്ല K കരുണാകരന്, VS അച്യുതാനന്ദൻ്റെ ശൈലിയല്ല പിണറായി വിജയന്, പിണറായി വിജയൻ്റെ ശൈലിയല്ല കോടിയേരി ബാലകൃഷ്ണന്, അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെ ശൈലിയല്ല നമ്മുടെ കുമ്മനത്തിൻ്റെ ശൈലി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശൈലികളുണ്ട്. സ്വാഭാവികമായ ശൈലികളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കൽ എളുപ്പവുമല്ല. നമ്മളെ ഇക്കാര്യത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന കാര്യം, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വ്യക്തിപരമായി നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പലതും പറയാം. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ എതിരാളിയുടെ മക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു 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 ഗുണ്ടായായി അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ സംഘമായി ഒരു നേതാവിനെ മാറ്റി പറയുക, പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുക, ഇതൊക്കെ ഈ സുബീഷിനാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ സുബീഷിന് ഈ പറയുന്ന രീതിയിൽ ഒരു ആത്മസംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് സ്വാഭാവികമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞാനും ബാബുവുമായി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വാക്കുകൾ ബാബുവിനെ ചിലപ്പോൾ ക്രൂദ്ധനാക്കും, ബാബുവിന് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഉണ്ടാക്കും. അത് ഞാനാണ് ഇതിന് ഉത്തരവാദി. സ്വാഭാവികമായി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, ഞാൻ ഒരു കാര്യം പിന്നെ നേരത്തെ കുഞ്ഞിക്കണ്ണൻ ഉയർച്ച കാര്യം തന്നെയാണ്, അതിന് മറുപടി പറയാൻ അദ്ദേഹം പോയി. എന്നാൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നമ്മൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കാണുന്നത് അത് നേതാക്കന്മാരെ വെച്ചാണ്. ആ നേതാക്കന്മാരുടെ പൂർവ്വകാല ചെയ്തികളെക്കുറിച്ചാണ് ഒരു നേതാവിനെ കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുന്നത്. അത് നമ്മൾ എത്ര കഴുകി വെള്ളം കൊണ്ട് കഴുകിയാലും എത്ര സോപ്പിട്ട് കഴുകിയാലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു വിരൽ നമ്മൾ ഒരാളെ ചൂണ്ടുമ്പോൾ കഴിച്ച് 3 വിരലും 4 വിരലും നമ്മളോട് തിരിച്ച് ചൂണ്ടുന്നു എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത്, അത് എത്ര വീരോതിഹാസത്തിൻ്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിന് നാളുകൾ തിരിഞ്ഞു കുത്തുകത്തിന് ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വലിയ ബടായി പറഞ്ഞ് നടക്കുന്നു. ആരാ ബടായി പറഞ്ഞ് നടന്നത്? ഈ ബ്രണ്ണൻകോളയിലെ ഊരിപ്പിടിച്ച വാഴകൾക്കിടയിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സംഘപരിവാർ ശക്തികൾക്കെതിരായി പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, അന്ന് സംഘപരിവാർ ശക്തികൾ ബ്രണ്ണൻ കോളേജിൽ എവിടെയാണ് ഉണ്ടായിരുന്നത്? അവിടെ എവിടെയാണ് ഊരിപ്പിടിച്ച വാളുകൾ അന്ന് ബ്രണ്ണൻ കോളേജിലെ സംഘപരിവാർ ശക്തികൾ കൊണ്ടുപോയത്? അപ്പോൾ എല്ലാ കാലങ്ങളിലും സംഘപരിവാർ ശക്തികൾക്കെതിരായി ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി, ന്യൂനപക്ഷ പരിവേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന പല ഗിമ്മിക്കുകളിൽ ഒന്നാണ് ഈ വേറൊരു പ്രശ്നമുണ്ട്. അന്നത്തെ സുധാകരനോ അന്നത്തെ വിജയനോ അല്ല ഈ കോളേജിലെ അടിപിടിയൊക്കെ, അതൊക്കെ അവിടെ തീരേണ്ട ഒന്നാണ്. ഇന്നിപ്പോൾ KPCC അധ്യക്ഷനാണ് ഒരാൾ, മറ്റേയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നുമുണ്ട്. ഈ ജനകീയ വിഷയങ്ങളിൽ പരിഹാരം കാണേണ്ടത് ഭരണപക്ഷത്തെ പ്രമുഖ പാർട്ടിയും പ്രതിപക്ഷത്തെ പ്രമുഖ പാർട്ടിയും ഒന്നിച്ചിരുന്നാണ്. ആ 2 വിഭാഗങ്ങളുടെ തലവന്മാരാണ് ഈ പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊതുവേദിയിലൊക്കെ ഒരുമിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഒരു വേദിയിൽ അവിടെ ഹസ്തദാനം ചെയ്യാതെ കണ്ടാൽ മിണ്ടാത്ത 2 പേർ, KPCC അധ്യക്ഷൻ, മുഖ്യമന്ത്രി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇവർ 2 പേരും മുന്നോട്ട് പോയാൽ ഇത് എവിടെ എത്തിച്ചേരും? വല്ലാത്ത പ്രശ്നമല്ലേ ഇത്? ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ അതിന് തുടക്കം കുറിക്കേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ മാതൃക കാണിക്കേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു സമീപനമാണോ KPCC പ്രസിഡന്റ് എടുത്തത്? അല്ലല്ലോ. കേരളത്തിലെ KPCC പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനവും കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം കണ്ടു. 26 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എണീറ്റ് പോവുകയാണ്. ഒരു പത്രപ്രവർത്തകനോട് ചോദിക്കാൻ നേരത്തെ തയ്യാറാക്കുന്ന ചോദ്യം ആ പത്രപ്രവർത്തകൻ ചോദിക്കുന്നു.
അതിന് മറുപടി എഴുതി വായിക്കുന്നു. ഒറ്റ ആളുകൾക്കും ഉപചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുത്തില്ല. കേരളത്തിലെ KPCC പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനത്തിൽ എത്ര പേർക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു? ആവർത്തിച്ച് അദ്ദേഹത്തെ ശുദ്ധി പിടിപ്പിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ചില പത്രപ്രവർത്തകർ രാഷ്ട്രീയമായി നേരിട്ടപ്പോൾ മാത്രമാണ് അദ്ദേഹം അതിനെതിരായി പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഇതല്ല രാഷ്ട്രീയം, ഇതല്ല കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കേണ്ട മെസ്സേജ്, ഇതല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് യോജിച്ചത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇവിടെ ബാധ്യതയാണോ? ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു സാധാരണ ചൊല്ലാറുണ്ട്, ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ അത് നടുക്കണ്ടം തിന്നണമെന്ന്. അതൊരു നാട്ടു നടപ്പായി നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു വാക്കുകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയോട് ഈ രീതിയിലല്ലാതെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക? ശ്രീ RV ബാബു പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി, ഒരുപക്ഷെ അക്രമത്തിന് അവസാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അക്രമ പ്രവർത്തനത്തിലേക്ക് ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം എന്ന് RV ബാബു പറഞ്ഞു. സ്വാഭാവികമല്ലേ ഇതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി അക്രമകാരികളായി വായെ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മറുപടി പറയണ്ടേ? എന്തായാലും രണ്ടുപേരും മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും അവരുടേതായ വഴിയിൽ അവരുടേതായ രീതികളിൽ മുന്നോട്ട് പോകും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ചവിട്ടി വീഴ്ത്തിയത് ആരാണ് എന്നും മുഷ്ടി പ്രത്യേക രീതിയിൽ ചുരുട്ടിയത് ആരാണ് എന്നൊക്കെയുള്ള അന്വേഷണം കേരളത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലും തുടരും. ഈ കോവിഡ് സിറ്റുവേഷനിൽ ഇങ്ങനെയൊരു വിവാദം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PM നിയാസ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ RV ബാബു ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.